Hello dears, today we are going to discussing about Longinus, one of the famous literary critic in classical age. Who Longinus was and when he lived are alike unknown, but the famous treatise on the Sublime is generally attributed to him, although it is sometimes doubted too whether it was written by a person of that name. Longinus on the Sublime, as the treatise called, is written in Greek and addressed, like Horace's Ars Poetica, to one Postumus Tarantinius, obviously a Roman of whom nothing is known. But we consider the Tarantinius as a pupil of Longinus. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ലിറ്റററി ക്രിട്ടിക് തന്നെയാണ് ലോഞ്ചിനസ്. പക്ഷേ അദ്ദേഹം ആരായിരുന്നു അല്ലെങ്കിൽ എവിടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമല്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ട്രീറ്റീസ് ആണ്, ലിറ്റററി ട്രീറ്റീസ് ആണ് ഓൺ ദ സബ്ലൈം എന്ന് പറയുന്ന വർക്ക്. ഒരുപക്ഷെ ഇതും വളരെ അധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൗട്ടഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഈ പേരിൽ മറ്റാരെങ്കിലും എഴുതിയതാണോ എന്ന് വരെ സംശയിക്കപ്പെടുന്നു. വില്യം ഷേക്സ്പിയറിനെ പറയുന്നത് പോലെ തന്നെയാണ് ലോഞ്ചിനസിൻ്റെയും കാര്യം. ലോഞ്ചിനസ് തൻ്റെ ഓൺ ദ സബ്ലൈം എന്ന് പറയുന്ന ഈ വാക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള പോസ്റ്റിമസ് ടെറന്റിയനിയസിന് സമർപ്പിക്കുന്നു. As it has come down to us, it is not all and at are enough to place to author by the side of Aristotle in the logic and penetrations of the judgment. But some part of the work, at least one third of it is missing. അദ്ദേഹത്തിൻ്റെ ഓൺ ദ സബ്ലൈം എന്ന് പറയുന്ന ഈ വർക്കിൻ്റെ മൂന്നിലൊരു ഭാഗവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന പലതും നമുക്ക് പൂർണ്ണമായി വിശദീകരിക്കാൻ സാധ്യവുമല്ല. എങ്കിലും ചിലയിടങ്ങളിലെല്ലാം അരിസ്റ്റോട്ടലിൻ്റെ ലോജിക്കൽ ആർഗ്യുമെന്റുമായി ചിലയിടത്ത് യുക്തിപരമായി അദ്ദേഹം വാദിക്കുന്നതും അതിനെതിരെ ഉള്ള അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ അവതരിപ്പിക്കുന്നതും നമുക്ക് കാണാം. ഓൺ ദ സബ്ലൈം teaches how to be a good writer or how to write a good work. On the Sublime is the most precious legacy in Greco-Roman period and considered as classical work. This treatise is addressed to on the Tarantinius, a pupil of Longinus. Sublimity is a certain loftiness and an excellence in language. It is only through the sublimity that the great poets and prose writers of the Greek and Latin have derived their eminence and gained immortality. On the Sublime എന്ന് പറയുന്ന ഈ ട്രീറ്റി എങ്ങനെ ഒരു മികച്ച എഴുത്തുകാരനാവാം അല്ലെങ്കിൽ എങ്ങനെ ഒരു മികച്ച കൃതി എഴുതാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഗ്രീക്കോ റോമൻ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഒരു കൃതിയായി ഇതിനെ പരിഗണിക്കപ്പെടുന്നു. സബ്ലൈമിറ്റി എന്ന് പറഞ്ഞാൽ ലോഫ്റ്റിനെസ് ആണ്, കൂടാതെ എക്സലൻസ് ആണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. സബ്ലൈമിറ്റി ഇല്ലാതെ തന്നെ ഒരാൾക്കും മഹത്തായ കവിതകളോ ഗ്രന്ഥങ്ങളോ രചിക്കാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ ഇതിഹാസങ്ങളെല്ലാം എഴുതപ്പെട്ടത് ആ സബ്ലൈമിറ്റിയിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കൃതികൾ എക്കാലവും പ്രശസ്തമായതും ഇമ്മോർട്ടലായി നിലനിൽക്കാനും കാരണം. According to Longinus, sublimity means to consist in a certain distinction and consummate excellence in expression. The effect of lofty passage is not to convince the reason of a reader, but to transport him out of himself, casting a spell on him. It is this capacity to transport or move the reader to ecstasy that makes the irresistible magic of the speech, which Longinus calls the sublime. ലോഞ്ചിനസ് എന്താണ് സബ്ലൈമിറ്റി എന്ന് പറയുന്നുണ്ട്. ഒരു റീഡറെ എക്സ്റ്റസിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എഴുത്തുകാരൻ്റെ കപ്പാസിറ്റിയെയാണ് അദ്ദേഹം സബ്ലൈമിറ്റി
എന്ന് പറയുന്നത്. If the reader is spellbound by what the writer says, so that he can neither think nor feel except what the writer thinks or feels, the work has the quality of the sublime. ഒരു റീഡറെ ഒരു റൈറ്റർക്ക് തൻ്റെ വാക്കുകളാൽ ബന്ധിച്ചിടാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു വായനക്കാരന് മറ്റൊന്നും തന്നെ ചിന്തിക്കാൻ കഴിയില്ല. അദ്ദേഹം ആ എഴുത്തുകാരൻ്റെ ചിന്തകളിലൂടെ, ആ എഴുത്തുകാരൻ്റെ അനുഭവങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുകയുള്ളൂ. ഈ ക്വാളിറ്റിയെയാണ് ലോഞ്ചിനസ് സബ്ലൈം അല്ലെങ്കിൽ സബ്ലൈമിറ്റി എന്ന് പറയുന്നത്. It is the power of speech when it is sublime or truly lofty that it is not only please but excite, moves, transport and elevates. Longinus finds 5 principal sources of the sublime, the first 2 of which are largely the gifts of nature and the remaining 3 the gifts of art. The first one is grandeur of thought, second, capacity for strong emotions, third, appropriate use of figures, fourth one, nobility of the diction, and the last one, dignity of composition or a happy synthesis of all the preceding gifts. ലോഞ്ചിനസ് സബ്ലൈമിറ്റിക്ക് 5 സോഴ്സുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഗ്രാൻഡർ ഓഫ് തോട്ട് എന്ന് പറയുന്നത്, സെക്കൻഡ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ, തേർഡ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ് ആൻഡ് ഫോർത്ത് നൊബിലിറ്റി ഓഫ് ദ ഡിക്ഷൻ, ഫിഫ്ത്ത് വൺ ദ ഡിഗ്നിറ്റി ഓഫ് composition. His first source, the grandeur of thought. As mentioned before, Longinus believed sublimity is the echo of the greatness of the soul. A writer with majestic thoughts should always be able to create literature full of sublimity. These majestic thoughts are innate. This is natural condition of a writer's heart. സബ്ലൈമിറ്റിയുടെ ഫസ്റ്റ് സോഴ്സ് ആയിട്ട് ലോഞ്ചിനസ് സൂചിപ്പിക്കുന്നത് ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട് ആണ്. ചിന്തകളുടെ മഹത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു സബ്ലൈമിറ്റി എന്ന് പറഞ്ഞ ഒരു എക്കോ ആണ്. എന്തിൻ്റെ പ്രതിധ്വനിയാണ്? ഒരാളുടെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രതിധ്വനിയാണ് എന്നാണ്. A writer with a majestic thought should always be able to create literature full of sublimity. മെജസ്റ്റിക് ആയിട്ടുള്ള തോട്ടുള്ള ഒരാൾക്ക് വളരെ സബ്ലൈമിറ്റിയോട് കൂടിയിട്ടുള്ള എന്ത് ചെയ്യാം? സാഹിത്യത്തെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഈ മെജസ്റ്റിക് തോട്ട് എന്ന് പറയുന്നത് ഒരാളുടെ ഇന്നേറ്റ് എബിലിറ്റി ആണ് എന്നും ലോഞ്ചിനസ് പറയുന്നുണ്ട്. പിന്നെ ഇറ്റ്സ് എ നാച്ചുറൽ കണ്ടീഷൻ ഓഫ് റൈറ്റേഴ്സ് ഹാർട്ട്. These kinds of literature can create an artistically transcending effect on the reader. ഇത്തരത്തിലുള്ള സാഹിത്യം, ഇങ്ങനെ മെജസ്റ്റിക് ആയിട്ടുള്ള തോട്ടുള്ള ഇത്തരത്തിലുള്ള സാഹിത്യം തീർച്ചയായിട്ടും ആ എഫക്റ്റ് റീഡേഴ്സിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ ആ എഴുത്തുകാരന് സാധിക്കുമെന്നാണ്. കൂടാതെ ഇത്തരം തോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ റീഡേഴ്സിന്റെ മോറൽ ക്വാളിറ്റിയും വർദ്ധിക്കും എന്നും ലോഞ്ചിനസ് പറയുന്നു. അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ജോൺ മിൽട്ടന്റെ കവിതകൾ. ആ സബ്ലൈമിറ്റി ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കവിതയാണ് ജോൺ മിൽട്ടന്റേത് എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. സെക്കൻഡ് വൺ, കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻസ്. The second natural source of sublimity is capacity for strong emotions, but unfortunately it is not available in his work. സബ്ലൈമിറ്റി ലഭ്യമാവുന്ന രണ്ടാമത്തെ ഘടകമാണ് കപ്പാസിറ്റി ടു സ്ട്രോങ് ഇമോഷൻസ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ വിശദീകരണം നൽകിയ ഭാഗം മിസ്സായി പോയി, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓൺ ദ സബ്ലൈം എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം അദ്ദേഹം വിവരിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് അറിയാൻ യാതൊരു മാർഗവുമില്ല. ഇവിടെ ലോഞ്ചിനസ് പറയുന്ന ഇമോഷൻസ്, ആ സ്ട്രോങ് ഇമോഷൻ ഒരു പക്ഷേ അരിസ്റ്റോട്ടേലിയൻ തിയറിയിലുള്ള കഥാസിൽസിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊരു അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട്. Aristotle finds emotions are more their moral uplifting, and Longinus primarily value the role of aesthetic transportation of that emotion scheme എന്നാണ്.
അരിസ്റ്റോട്ടിൽ മോറൽ വാല്യൂവിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു, ഇമോഷണൽ മോറൽ വാല്യൂ എന്നാണ് പറഞ്ഞെങ്കിൽ ഇവിടെ ഇമോഷണൽ എഫക്റ്റിന് ലോഞ്ചിനസ് നൽകുന്നത് ഈസ്തറ്റിക് ഇമോഷന് വേണ്ടിയിട്ടാണ്. ആസ്വാദനപരമായിട്ടുള്ള വൈകാരികതയെ, അതായത് ആസ്വാദനത്തിനാണ് ലോഞ്ചിനസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്ന് നമുക്ക് വിശ്വസിക്കാം. തേർഡ് കണ്ടന്റ്, ദ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. The poetic use of language is largest of the treatise. It spreads up to 1/3 space of the source of Sublime. On the Sublime എന്ന് പറയുന്ന ഈ ട്രീറ്റിയുടെ 1/3 ഭാഗം തന്നെ അദ്ദേഹം ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ, പോയറ്റിക് യൂസ് ഓഫ് ലാംഗ്വേജ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ വിവരിക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് അദ്ദേഹം അതിന് നൽകുന്നുണ്ട്. The well and properly used figures of speech once formed perfectly boost the elevated expression of happy, unhappy emotions. Figure of speech വളരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹാപ്പിയെയും അൺഹാപ്പി ഇമോഷനെയും വളരെ കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. The use of these figures should be natural and never be mechanical and forceful. ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിന്റെ യൂസേജ് എന്ന് പറയുന്ന ഒരിക്കലും മെക്കാനിക്കൽ, യാന്ത്രികമായിട്ടാവരുത്. അത് തീർച്ചയായിട്ടും എന്തായിരിക്കണം, നാച്ചുറൽ ആയിട്ടുള്ള ഒരു യൂസേജ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോർത്ത് ടോപ്പിക്, നോബിൾ ഡിക്ഷൻ. Noble diction is the fourth source of sublime that include choice and arrangement of words. നമുക്കറിയാം ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ആൻഡ് ചോയ്സ് ഓഫ് വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഫോർത്ത് കണ്ടന്റ് ആയിട്ട് ഓൺ ദ സബ്ലൈമിൽ നോബൽ ഡിക്ഷനെ സെലക്ട് ചെയ്തത്. Longinus says that the use of proper and striking words enthrall or hold the attention of the listeners. അനുയോജ്യമായ ഭാഷയുടെ ഉപയോഗം തീർച്ചയായും കേൾവിക്കാരനെ അല്ലെങ്കിൽ വായനക്കാരനെ പിടിച്ചു നിർത്തുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. According to Longinus, genuine and timely use of apt words will create and moving a seductive effect on the reader. ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ളതും അതുപോലെ സ്യൂട്ടബിൾ ആയിട്ട് വളരെ ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് വായനക്കാരനെ മനസ്സിനെ ഇളക്കുകയോ കൂടുതൽ പ്രലോഭിപ്പിക്കുകയോ ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Fifth source is the dignity of composition. The fifth and the last source of Sublime is dignity of composition. It is considered as the preceding harmonious blend of four elements, namely thoughts, emotions, figures of speech, and words themselves. അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തതുമായ സബ്ലൈമിറ്റിയുടെ സോഴ്സായി ലോഞ്ചിനസ് പറയുന്ന ഡിഗ്നിറ്റി ഓഫ് കോമ്പോസിഷൻ ആണ്. ഈ ഡിഗ്നിറ്റി ഓഫ് കോമ്പോസിഷനിൽ അദ്ദേഹം പറയുന്നത് മുകളിൽ പറഞ്ഞ 4 കണ്ടന്റുകൾ, 4 എലമെന്റുകൾ, തോട്ട്സും ഇമോഷൻസും ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും വേർഡ്സും, ഇതിനെ ഹാർമോണിയസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡിഗ്നിറ്റി ഓഫ് കോമ്പോസിഷൻ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോഞ്ചിനസിന്റെ ഓൺ ദ സബ്ലൈം എന്ന് പറയുന്ന വർക്കാണ് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു വർക്കുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.